നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായ ഒരു ഇലാഹ്, ഒരു തമ്പുരാൻ വേറെയില്ല എന്ന് പറയുന്ന ആ വിസമ്മതത്തിന്റെ സാക്ഷ്യപത്രം ഉരുവിട്ടുകൊണ്ടാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്. അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് NV അബ്ദുൾ റസാഖ് സഖാഫി ആശംസ അറിയിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ PK പോക്കർ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ PK പോക്കർ. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, നമ്മളുടെ സമ്മതം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ വളരെ എളുപ്പത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് നമ്മളെ കീഴടക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയുള്ള അധിനിവേശം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ജനങ്ങളെ ഭിന്നിപ്പിച്ചും വിഘടിപ്പിച്ചും അവരിൽ നിന്ന് തന്നെ സമ്മതം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ മൗനം കൊണ്ടുള്ള സമ്മതമാവാം, അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അവർക്ക് സമ്മതം കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാവാം. ഈ രണ്ട് തരത്തിലും നേരിട്ടുള്ള സമ്മതത്തിലൂടെയും അല്ലാതെ മൗനം കൊണ്ടുള്ള സമ്മതത്തിലൂടെയും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം കടന്നു വരികയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, പൊന്മള മൊഹീദ്ദീൻ കുട്ടി ബാർക്കവി, പെരുവള്ളൂർ അബ്ദുള്ള ഫൈസി, ഡോക്ടർ P പോക്കർ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തുടങ്ങിയ വിശിഷ്ട അതിഥികൾക്കും പ്രസ്ഥാന നേതാക്കൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. പൊന്മള മൊഹീദ്ദീൻ കുട്ടി ബാക്കവി, മജീദ് കക്കാട്, ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, MM ഇബ്രാഹിം, MN കുഞ്ഞു മുഹമ്മദ് ഹാജി തുടങ്ങിയവരുടെ സാന്നിധ്യം വേദിയെ ധന്യമാക്കി. മാറുന്ന മലപ്പുറം. മലപ്പുറത്തെ ഇന്നലകളിലെ പച്ചയായ മനുഷ്യരുടെ ജീവിത സൗഗന്ധികൾ തുറന്നുകാട്ടിയ ചർച്ച. ആമുഖം NM സാദിഖ് സഖാഫി. സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റം എല്ലാ ഭാഗങ്ങളിലും എല്ലാ അർത്ഥത്തിലും സാധ്യമായപ്പോൾ നമ്മുടെ ജില്ലയുടെ പൈതൃകവും പാരമ്പര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മതസൗഹാർദ്ദവും അതോടൊപ്പം ദയാവായ്പും അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും അതെല്ലാം നമ്മുടെ മലപ്പുറത്ത് മതങ്ങൾക്കും ജാതികൾക്കും അന്യമായി അതീതമായി നടന്നു പോന്നിരുന്നുവെങ്കിൽ അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ ഭ്രമവും ആധുനികതയുടെ കടന്നുകയറ്റവും നമ്മുടെ ജില്ലയിലെ നേരത്തെയുള്ള പച്ചയായ മനുഷ്യരുടെ ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് മാറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിനുള്ള ഹേതുവായി കാണുകയാണ്. ഈ വിഷയങ്ങളിൽ ശക്തമായ വിചാരങ്ങൾ നമുക്ക് ഈ മദീന മഖ്ദൂമിൽ പങ്കുവെക്കേണ്ടതുണ്ട്. PMK ഫൈലി. വിചാരം ഒരു തുടക്കമാണ്. വലിയ വിപ്ലവങ്ങൾ ചെറിയ വിചാരത്തിൽ നിന്നാണ് സംഭവിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു വലിയ സമയബന്ധിത വിപ്ലവത്തിൻ്റെ ആദ്യ ബിന്ദുവായി ഈ വിചാര സദസ്സ് തീരുമാറാകട്ടെ. വിചാരം എന്ന വാക്കിന് ഒരു നഷ്ടബോധത്തിൻ്റെ ഛായയുണ്ട്. വരാനിരിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ മുഖവും ഉണ്ട്. ഉദ്ഘാടനം ഡോക്ടർ M ഗംഗാധരൻ. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അതിനു മുമ്പേ തന്നെ പോർച്ചുഗീസുകാരുടെയും മറ്റേ ഡച്ചുകാരുടെയും ഒക്കെ പല ആധിപത്യ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ തീരപ്രദേശത്ത് നിന്നും വന്ന വിദേശീയരായ മേധാവികളെ ചെറുത്തുതോൽപ്പിക്കാൻ മാപ്പിളമാർ തീരപ്രദേശത്ത് വെച്ച് ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഉൾനാട്ടിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു സമരം മലപ്പുറത്തെ പാറനമ്പിക്കെതിരായ ആധിപത്യത്തിനു വേണ്ടി ശ്രമിച്ച, ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരായിട്ട് നടന്ന ഒരു യുദ്ധമാണ്, ഒരു കലാപമാണ്. അത് പിന്നീട് ഈ ജീവിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. എല്ലാവരും മരിച്ചുകൊണ്ടല്ല, എല്ലാവരും രക്തസാക്ഷികളായിക്കൊണ്ടല്ല, എല്ലാവരും ശ്രോതാക്കളായിക്കൊണ്ടല്ല. അവിടെ ജീവിക്കാനുള്ള അവകാശം
ഈ വിഭാഗത്തിന് കിട്ടുന്നത് ആ സമരത്തിന് ശേഷമാണ്. ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ. പക്ഷേ ഈ സാംസ്കാരികമായ അധിനിവേശം അതത്ര പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിന്റെ ശരിയായ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുന്നത്. നമ്മളതിന്റെ ശരിയായ കാരണങ്ങൾ കണ്ടുപിടിക്കണം. സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി പുരോഗതി ഉണ്ടായപ്പോൾ ആഡംബര ഭ്രമം ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. പണമുണ്ടായി കഴിഞ്ഞാൽ ഈ പണമുള്ള അവസ്ഥ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ കുത്തക കമ്പനികളും അതുപോലുള്ള സാമ്രാജ്യത്വ ശക്തികളും ചെയ്തത്. അത് സൈനികമായ അധിനിവേശമല്ല. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ചെയ്ത് ഫ്രഞ്ചുകാരൊക്കെ ചെയ്തത് ഒരു ആധിപത്യമാണ്, സൈനികമായ ആധിപത്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആധിപത്യം. പക്ഷെ ഇപ്പോ പുറം ലോകത്തു നിന്നുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ സ്വാധീനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തി അത് ചൂഷണം ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കാനുള്ള വിപണന തന്ത്രമാണ് അവർ ചെയ്യുന്നത്. അതിൽ ഈ സമൂഹം വഴങ്ങിപ്പോകുന്നുണ്ടോ, നാം അറിയാതെ സമ്മതിച്ചു പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അതിനെ വഴങ്ങിപ്പോകുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് വരെ ആ വിപണന തന്ത്രത്തിന്റെ പ്രചരണങ്ങൾ ചാനലുകളിലൂടെ ഒഴുകി വരുന്നുണ്ട്. അപ്പോ ഈ അഴിമതിയും ധൂർത്തും അനാവശ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആഡംബര ഭ്രമങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൂടെ പൈശാചികമായ സാമ്രാജ്യത്വത്തിന്റെ കരങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ കഴിയും. ഇതിനെ പ്രതിരോധിക്കാൻ ആർക്കാണ് കഴിയുക? നമ്മൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള എന്താണ്? ഈ അശ്ലീലതയിൽ നിന്നും ഈ അസാൻമാർഗതയിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. കാരണം നമുക്കുള്ള മാതൃക മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. സ്വന്തം ജീവിതത്തെ ലാളിത്യം കൊണ്ട് മഹത്വവൽക്കരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലാളിത്യത്തിന്റെ പാഠങ്ങൾ എടുത്ത് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ ആധ്യാത്മികതയുടെ ശക്തിയിൽ നിന്നുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റത്വത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃക വെക്കാനുള്ളത്. സി ഹരിദാസ്. എന്റെയും നിങ്ങളുടെയും പുണ്യഭൂമിയായ മലപ്പുറത്താണ് ഇപ്പോൾ ഏറ്റവും അധികം മദ്യം. ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മദ്യം ഒഴുകുന്നത് നമുക്ക് നിർത്തണം. നമ്മുടെ പെരുന്നാൾ പൊന്നാനി ഭയങ്കരമായ ആഘോഷമായിരുന്നു. പെരുന്നാളിന്റെ തലേ ദിവസം പൊന്നാനിയിലെ ബീവറേജ് കോർപ്പറേഷനിൽ റിക്കാർഡ് വിൽപ്പന 6,50,000. 6,50,000 വിൽപ്പന തലേ ദിവസം. വേദന ഉണ്ടാവില്ലേ? അതുകൊണ്ട് കൂട്ടമായി ഈ പ്രസ്ഥാനം, SSFന്റെ പ്രസ്ഥാനം കൂട്ടമായി നമുക്ക് ചലിക്കണം. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വേദിയിൽ വെച്ച്, ഇല്ലെങ്കിൽ ഇവർ തകർന്നു പോകും. അതുകൊണ്ട് കൂട്ടമായി നമുക്ക് ഈ കാര്യത്തിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ഈ തലമുറ തകർന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനുവരി 26 വേഴം പ്രതിനിധി ക്യാമ്പിന് ഉജ്ജ്വല തുടക്കം. 303 അംഗ ഫിത്തിയത്തു സദാദും 1100 യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5000 സ്ഥിരം പ്രതിനിധികളും സംഗമിച്ച ക്യാമ്പിന്റെ പ്രൗഢമായ തുടക്കം രാവിലെ 9 മണിക്ക് നാം മദീന മഖ്ദൂമിൽ എന്ന സെഷനോടെ ആരംഭിച്ചു. സ്വാഗതം എം അബ്ദുൽ മജീദ്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രധാന ഉദ്ഘാടന വേദി, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം, ഈ വേദി നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാവ മുസ്ലിയാർ ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം വന്നിരായ ഉസ്താദിനെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. സമർപ്പണം വൈലത്തൂർ ബാവ മുസ്ലിയാർ. മദീന മഖ്ദൂം എന്ന് പറയുന്ന ഈ നാമം കൊണ്ട് നമ്മൾ ഇതിന് പേര് വെക്കപ്പെടാനുള്ള പ്രധാന കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന വ ഷെയ്ഖു മശായിഖിന, നമ്മുടെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏത് പണ്ഡിതനായാലും ആ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരെ ഉസ്താദന്മാരോ ആയിട്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവർകളിലേക്ക് അറ്റമാവാതെ പോകുന്നവരെ കാണാൻ സാധ്യമല്ല.